ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് രവി സാറ് കോടതിയിൽ ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കി പറയാണ്. അതായത് എൻ്റെ റിട്ടയർമെൻറ്റ് ഫംഗ്ഷനിൽ വെച്ചാണ് ഇദ്ദേഹം എന്നെ അപമാനിച്ച് സംസാരിച്ചത്. അത് കേട്ടപ്പോൾ ദേഷ്യം വന്ന എൻ്റെ രണ്ടാമത്തെ മകൻ ഇദ്ദേഹത്തിൻ്റെ ഷർട്ടിൽ കയറി പിടിച്ചു. അതിന് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി വരെ ഞാൻ ക്ഷമ ചോദിച്ചതാ. അന്നേരം ഇദ്ദേഹം എൻ്റെ വാക്ക് കേട്ടില്ല. എല്ലാം മനസ്സിൽ വെച്ചിട്ട് എന്നോട് പ്രതികാരം ചെയ്യായിരുന്നു. അപ്പോഴാണ് സച്ചി ഓടി വരുന്നത്. അച്ഛാ സോറി അച്ഛാ, ഞാൻ വൈകിപ്പോയി. ഏയ് മോനെ. അപ്പോഴേക്കും ജഡ്ജിയും അതുപോലെ തന്നെ അവർ ടേബിളിൽ അടിക്കുകയാണ്. അതായത് വാട്ട്സ് ഹാപ്പൻ ഹിയർ? ആരാ നിങ്ങൾ? ഇത് കോടതിയാണെന്നറിയില്ലേ? നേരെ ഓടി കയറുകയാണല്ലോ. അപ്പോൾ മറ്റേയാൾ പറയാണ്, ഇവൻ ഇങ്ങനെയാണ് സാർ, തീരെ മര്യാദ ഇല്ലാത്തവനാ. സച്ചി പറയാണ്, നിങ്ങളാര് മര്യാദനാമനോ? എൻ്റെ അച്ഛൻ്റെ പെൻഷൻ തടഞ്ഞു വെച്ചിരിക്കല്ലേ നിങ്ങൾ? ഞാൻ ഈ കാര്യം മുൻപേ അറിഞ്ഞിരുന്നെങ്കിലുണ്ടല്ലോ. ജഡ്ജി വീണ്ടും ടേബിളിൽ അടിക്കുകയാണ്. എന്താ ഇത്? കോടതിയിൽ വന്ന് ഭീഷണി മുഴക്കുകയാണോ? അപ്പോൾ സച്ചിയുടെ അച്ഛൻ പറയാണ്, ക്ഷമിക്കണം സാർ. നീ അങ്ങോട്ട് ചെല്ല്. സാർ, ഞാൻ പറഞ്ഞില്ലേ, ഇവനാ എൻ്റെ രണ്ടാമത്തെ മകൻ. ഇവനാണോ ഇദ്ദേഹത്തിൻ്റെ ഷർട്ടിൽ പിടിച്ചത്? ചുമ്മാ ഒരു കാരണം ഉണ്ടാക്കി പിടിച്ചതല്ല സാർ, എൻ്റെ അച്ഛനെ അപമാനിച്ചതുകൊണ്ട് ചെയ്തതാ. സാറിൻ്റെ അച്ഛനെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ സാറ് ചുമ്മാതിരിക്കുമോ? ഇവരെക്കാൾ എത്ര സീനിയറാണ് എൻ്റെ അച്ഛൻ. പ്രായത്തിൻ്റെ ബഹുമാനമെങ്കിലും കൊടുക്കണ്ടേ സാർ? ഒരു ബഹുമാനവും കൊടുക്കാതെ വളരെ മോശമായിട്ടാണ് ഇദ്ദേഹം സംസാരിച്ചത്. അതുകൊണ്ടാണ് എനിക്ക് ദേഷ്യം വന്നത്. കാരണം പെൻഷൻ കൊടുത്തില്ല ഇയാൾ. സാർ, ബസ്സായിരുന്നു എൻ്റെ അച്ഛന് എല്ലാം. ജോലി കഴിഞ്ഞിട്ടേ മറ്റെന്തുള്ളൂ. ഞങ്ങൾ മക്കൾ ഉറങ്ങി എണീക്കുന്നതിന് മുമ്പേ അതിരാവിലെ അച്ഛൻ ജോലിക്ക് പോകും. ഞങ്ങൾ ഉറങ്ങിയതിന് ശേഷം ഏറെ വൈകിയ രാത്രി അച്ഛൻ വീട്ടിലെത്തുക. ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ഞങ്ങൾ അച്ഛനെ കാണുക. രാത്രിയും പകലുമില്ലാതെ അധ്വാനിച്ച അച്ഛന് കിട്ടാൻ അർഹതപ്പെട്ട കാശ് ഇദ്ദേഹം പിടിച്ചു വച്ചിരിക്കുക സാർ. അങ്ങനെ ചെയ്യാൻ ഇവരാരാ സാർ? നമ്മുടെ നാടിൻ്റെ കുഴപ്പം ഇതാ സാർ. ഇങ്ങനെയുള്ള ആൾ ഉന്നത പദവിയിൽ ഇരുന്നിട്ട് തനിക്ക് കീഴെ ജോലി ചെയ്യുന്നവരെ എപ്പോഴും ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും. അതും വേറൊന്നും കൊണ്ടല്ല സാറേ. ഇവരുടെയൊക്കെ അടുത്ത് ഇഷ്ടംപോലെ ക്യാഷുണ്ട്, മറ്റ് പലതും ഉണ്ട്. ഇല്ലാത്തത് സത്യസന്ധതയും സ്നേഹവുമാണ്. എന്നാൽ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ ഇത് രണ്ടുമുണ്ട്. ക്യാഷ് ഇല്ലെങ്കിലും സത്യസന്ധതയും സ്നേഹവും ഉണ്ട്. അത് കണ്ടിട്ടുള്ള കണ്ണുകടിയും അസൂയയാണ് ഇദ്ദേഹത്തിന് എൻ്റെ അച്ഛനോട്. ആ അസൂയ കാരണമാണ് ഇദ്ദേഹം എൻ്റെ അച്ഛനെ അപമാനിച്ചത്, പെൻഷൻ തടഞ്ഞു വെച്ചത്. സച്ചി മതി. ഇതുപോലുള്ള ആളുകളെ പിടിച്ച് ജയിലിലിടണം സാർ. സച്ചിയുടെ സംസാരം കേട്ടിട്ട് ജഡ്ജിയോട് പോലും ചിരിച്ചുപോയി. അപ്പോൾ രവിയേട്ടൻ പറയാണ്, സാർ എന്നോട് ക്ഷമിക്കണം സാർ. ഇവൻ മനസ്സിലുള്ളത് തുറന്നു പറയും, അതാ ഇവൻ്റെ ശീലം. എന്താണ് എവിടെയാണ് എന്നൊന്നും നോക്കില്ല. സച്ചി, നീ എവിടെ പോയിരിക്കുക? ചെല്ല്. കുഴപ്പമില്ല, സച്ചിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞോ? ജഡ്ജി ചോദിക്കുക. ഇനി ഞാൻ എൻ്റെ ജോലി ചെയ്തോട്ടെ? കഴിഞ്ഞു സാർ. സാറിൻ്റെ ജോലി ചെയ്തോളൂ. എന്നാൽ ചെന്നിരുന്നോളൂ. അപ്പോൾ ജഡ്ജി മറ്റേയാളോട് ചോദിക്കുകയാണ്, ഒരു കാരണമില്ലാതെ നിങ്ങളെന്തിനാണ് ഇദ്ദേഹത്തിൻ്റെ പെൻഷൻ തടഞ്ഞു വെച്ചത്? ഒരു കാരണമില്ലാതെ ഞാൻ അങ്ങനെ ചെയ്യില്ല സാർ. ഇപ്പോൾ ഇവിടെ സംസാരിച്ചത് കേട്ടില്ലേ? ഇവൻ ഇങ്ങനെയാണ് സാർ, ശരിയായ ഒരു കില്ലാടി. ജയിലിൽ പോലും കിടന്നിട്ടുണ്ട് സാർ. പെട്ടെന്ന് സച്ചി എണീച്ചിട്ട് പറയാണ്, എന്തിനാ അതൊക്കെ ഇവിടെ പറയുന്നത്? അതുപോലെ തന്നെ ജഡ്ജിയും പറയാണ്, ഈ പരാതിയുമായിട്ട് ബന്ധപ്പെടാത്ത ഒന്നും ഇവിടെ സംസാരിക്കേണ്ട ആവശ്യമില്ല. സച്ചി, നീ അവിടെ ഇരിക്ക്. വീണ്ടും അയാൾ പറയാണ്, സാർ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നല്ലേ രവീന്ദ്രൻ ഇവിടെ പറഞ്ഞത്? ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ബ്ലാക്ക് മാർക്കുണ്ട് സാർ. എല്ലാവരും ഞെട്ടുകയാണ്. അപ്പോൾ ആ സമയത്ത് ജഡ്ജി ചോദിക്കുകയാണ്, എന്താണത്? ഇദ്ദേഹം റിട്ടയർ ചെയ്തതിൻ്റെ അന്ന് ഇദ്ദേഹം ഓടിച്ചിരുന്ന ബസ്സിടിച്ച് ഒരാൾ മരിച്ചു. അദ്ദേഹം റോഡ് അരികിൽ കൂടി പോകുമ്പോൾ ബസ്സിടിച്ചതാണോ? അല്ല. അദ്ദേഹത്തിൻ്റെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം ബസ് കൊണ്ടുപോയിട്ട് വീട്ടിൽ പോയിട്ട് ഇടിച്ചതാണോ? മരിച്ച ആളോട് ഇദ്ദേഹത്തിന് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടായിരുന്നോ? അതും ഇല്ല അല്ലേ? ആക്സിഡൻറ്റ് സമയത്ത് ഇയാൾ നടു റോട്ടിലായിരുന്നോ ഉണ്ടായിരുന്നത്? അല്ല അല്ലേ? അദ്ദേഹത്തിന് റോഡിലൂടെയല്ലേ ബസ് ഓടിക്കാൻ പറ്റൂ? പെട്ടെന്നൊരാൾ വന്ന് ബസ്സിന് മുമ്പിൽ ചാടിയാൽ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? സൂപ്പർ സാറേ, അങ്ങനെ പറഞ്ഞു കൊടുക്ക് സാറ്. സച്ചി കൈമുട്ടുകയാണ്. അപ്പോൾ ജഡ്ജി വീണ്ടും ടേബിളിൽ അടിക്കുകയാണ്, ഏയ് സൈലൻസ്. അപ്പോൾ കൂടെയുള്ളയാൾ പറയാണ്, സച്ചി ഒന്ന് അടങ്ങി നിൽക്ക്. തന്നെ സച്ചി പറയുകയും ചെയ്തു, സോറി സാർ.
സച്ചി അപ്പോൾ അടുത്തിരുന്ന ആളോട് പറയാണ്, സാറ് നല്ലവനാണെന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ. നിങ്ങളുടെ കയ്യിൽ വേറെ ന്യായമായ ഒരു കാരണങ്ങളും ഇല്ലാത്തതിനാലല്ലേ നിങ്ങൾ ഈ കാരണം പറയുന്നത്? വ്യക്തിവൈരാഗ്യം കാരണമാണ് നിങ്ങൾ അയാളുടെ പെൻഷൻ തടഞ്ഞു വെച്ചത്. അല്ല സാർ, അത് ഇത്രയും കാലം ഇദ്ദേഹം വർക്ക് ചെയ്തു. പെൻഷന് അധികാരമുണ്ട് അദ്ദേഹത്തിന്. അത് തടഞ്ഞു വെക്കാൻ നിങ്ങളാരാ? ആ യാ, അങ്ങനെ ചോദിക്കൂ സാറേ. സച്ചി തുള്ളുക. നിങ്ങൾക്കതിന് എന്ത് റൈറ്റ്സാണുള്ളത്? നിങ്ങളുടെ കാശാണോ എടുത്തു കൊടുക്കുന്നത്? കറക്റ്റ്. നിങ്ങൾ ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ്, സർക്കാരാണെന്ന് ധരിക്കരുത്. ജഡ്ജി അയാളടുത്ത് ചോദിക്കുകയാണ്, ഒരു കസേരയിൽ പിടിച്ചിരുത്തി എന്ന് കരുതി എന്തും ചെയ്യാമെന്നാണോ ഉദ്ദേശിക്കുന്നത്? അദ്ദേഹത്തെക്കാൾ കുറച്ച് ഉയർന്ന പദവിയാണ് നിങ്ങൾക്കുള്ളത് എന്ന് കരുതി കാൽക്കീഴിലിട്ട് ചവിട്ടി അരക്കാൻ നോക്കരുത്. നാളെ നിങ്ങളിരിക്കുന്ന കസേരയിൽ വേറൊരാൾ ഇരിക്കും. ഒന്നും ശാശ്വതമല്ല മിസ്റ്റർ, അതോർക്കുക. നിങ്ങൾക്ക് കിട്ടിയ അധികാരം മിസ്യൂസ് ചെയ്യരുത്. നിങ്ങൾ വെറും സേവകൻ മാത്രമാണ്. അക്കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക. ഇനി ഇങ്ങനെ ഒരു പരാതി എൻ്റെ മുമ്പിൽ എത്തിയാൽ നിങ്ങൾ പിന്നെ ആ കസേരയിൽ ഉണ്ടാവില്ല. ഓർത്തോളൂ. പെട്ടെന്ന് തന്നെ തടഞ്ഞു വെച്ച ഇദ്ദേഹത്തിൻ്റെ പെൻഷൻ പാസ്സാക്കി കൊടുക്കണം. മുൻകാല പ്രാബല്യത്തോടെ തുക നൽകണം. മുടങ്ങാതെ മാസാമാസം ഇദ്ദേഹത്തിൻ്റെ പെൻഷൻ കൊടുത്തിരിക്കണം. ഇത്രയും കാലം അദ്ദേഹം അനുഭവിച്ച മാനസിക പ്രയാസങ്ങൾ കണക്കിലെടുത്ത് അതിന് കാരണക്കാരായ നിങ്ങളെ അദ്ദേഹത്തിന് 1,00,000 രൂപ നൽകണം. 1 മാസത്തിനകം പെൻഷനും ഈ തുകയും നൽകണം. സൂപ്പർ. സച്ചി എണീച്ച് തുള്ളുക. നീതി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ സാർ, ഇപ്പോഴാണ് കാണുന്നത്. ആണ് സാർ അത്. ജഡ്ജി അവനെ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുക. മറ്റേയാൾ ചോദിക്കുകയാണ്, സാർ എന്താ ഇത്? എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ എന്തിന് കൊടുക്കണം? എന്നാൽ 1,50,000 കൊടുത്തോളൂ. തിരിച്ചത് കൊടുക്കുക. 1,00,000 രൂപ കൊടുത്തിരിക്കണം. പറയാ, ബ്രേക്കിന് ശേഷം അടുത്ത കേസ് വിളിക്കാം. എണീച്ചിട്ട് പറയുകയും ചെയ്ത്, വളരെ നന്ദിയുണ്ട് സാർ. അച്ഛനെ വന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറയാണ്, അച്ഛാ ഇതുപോലുള്ള ആളുകൾ ഇവിടെ ജീവിച്ചിരിപ്പുള്ളത് കൊണ്ടാണ് സൂര്യനും ചന്ദ്രനും ഉദിക്കുന്നത്, നേരം വെളുക്കുകയും രാത്രി ആവുകയും ചെയ്യുന്നത്. പറഞ്ഞില്ലേ മോനെ, എനിക്ക് കിട്ടേണ്ട പണം എവിടെയും പോവില്ല എന്ന്. ന്യായമായ വിദ്യയാണിത്. സച്ചിക്ക് സന്തോഷം തോന്നി അച്ഛനെ കെട്ടിപ്പിടിക്കുക. സച്ചി അയാളെ ദേഷ്യത്തോടെ നോക്കുകയാണ്. അയാൾ പോവുകയും ചെയ്തു. അപ്പോൾ അയാളടുത്ത് സച്ചി പറയാണ്, ഒന്ന് നിന്നേ. പോറ്റ് തൊപ്പിയിട്ട് അല്ലേ അച്ഛന് കൊടുക്കാനുള്ള 1,00,000 അയച്ചു കൊടുക്കുന്നോ അതോ നേരിട്ട് കൊടുക്കുന്നോ? കേൾക്കാം, ഇത് നമ്മുടെ അവസാനത്തെ കാഴ്ചയാണ്. ഒരിക്കലും നമ്മൾ തമ്മിൽ കാണില്ല. പത്ത് വണ്ടിയെടുക്കാൻ പോകുമ്പോൾ നമ്മൾ വീണ്ടും കാണില്ലേ? അപ്പം നിങ്ങളെന്ത് ചെയ്യും? കണ്ണടച്ചടക്കുമോ? സച്ചി, നമുക്ക് നീതി കിട്ടിയില്ലേ? എന്തിനാ ഇദ്ദേഹത്തോട് സംസാരിച്ച് സമയം കളയുന്നേ? അച്ഛാ, ഒടുക്കം എൻ്റെ അച്ഛൻ ജയിച്ചു. സമാധാനമായി, സന്തോഷമായി എനിക്ക്. അച്ഛനും മോനും പരിസരം മറന്ന് കെട്ടിപ്പിടിക്കുകയാണ് കോടതിയിൽ വെച്ച് തന്നെ. ശ്രുതി അവളുടെ ഡ്രസ്സൊക്കെ മടക്കി വെക്കുകയാണ്. അപ്പോൾ അവിടെ വന്നിട്ട് ചന്ദ്ര വിളിക്കുകയാണ്, മോളെ ശ്രുതി. എന്താ ആൻറ്റി, നീ ഇന്ന് പാർലറിൽ പോകുന്നില്ലേ? അപ്പോയിൻമെൻ്റൊക്കെ കുറവാ ആൻറ്റി. മാനേജ് ചെയ്യാൻ അവിടെ സ്റ്റാഫുണ്ട്, ഞാൻ ലൈറ്റായി പോയാലും മതി. ആരെയും വിശ്വസിക്കരുത്. അവരെ എല്ലാം ഏൽപ്പിച്ചിട്ട് നീ ഇവിടെ ഇരുന്നാൽ എന്താ ചെയ്യുക? അവിടെ തന്നെ വേണം. വിശ്വസിക്കാൻ കൊള്ളാവുന്നവളാ ആൻറ്റി, ആത്മാർത്ഥതയുള്ള കുട്ടിയാ. അങ്ങനെയൊക്കെ നമുക്ക് തോന്നും, പക്ഷേ അവരുടെ ഉള്ളിലിരിപ്പ് വേറെ ആയിരിക്കും. ഒന്നിനെ വിശ്വസിക്കാൻ കൊള്ളില്ല, നമ്മൾ കരുതിയിരിക്കണം. മോള് ലൈറ്റായി പോകുന്ന സമയം ഞാൻ പോയിരിക്കാം ബ്യൂട്ടി പാർലറിൽ. എൻ്റെ പേരിലുള്ള ബ്യൂട്ടി പാർലറിൽ ഞാൻ പോയിരിക്കുമ്പോൾ അതിൻ്റെ ഗമയൊന്ന് വേറെ തന്നെ ആയിരിക്കുമല്ലോ. അതൊന്നും വേണ്ട ആൻറ്റി. വേണം. ഞാനിരുന്ന എന്താ കുഴപ്പം? നമ്മുടെ ഷോപ്പല്ലേ. മോള് തോന്നുമ്പോൾ വന്നാൽ മതി, ഞാൻ നോക്കിക്കോളാം. ഇരുന്നേ. എത്തിയിട്ട് പറയാ, എൻ്റെ മോളെ തിരക്കില്ലെന്ന് പറഞ്ഞ് വീട്ടിലിരിക്കരുത്. എങ്ങനെയെങ്കിലും വരുമാനം കൂട്ടണം. ഈ മാസം കഴിയാറായി. അടുത്ത മാസം ആദ്യം പലിശ അടക്കണം. ഇല്ലെങ്കിൽ കൊടുക്കാം ആൻറ്റി. ടെൻഷൻ അടിക്കാതെ. ആ വാക്കാ ആൻറ്റിയുടെ ഒരു ബലം. അപ്പോഴാണ് ശ്രുതിയുടെ ഫോൺ റിങ് ചെയ്യുന്നത്. ആ സമയത്താണ് ചന്ദ്രയ്ക്ക് ഓർമ്മ വന്നത്. അപ്പോൾ ശ്രുതി, ഒരു നിമിഷം. എന്താ ആൻറ്റി? മോൾക്കൊരു കല്യാണിയെ അറിയോ? അവൾ ഒരു നിമിഷം ഞെട്ടി. അതിന് ശേഷം പറഞ്ഞു, എനിക്കറിയില്ല. എന്താ ആൻറ്റി ചോദിച്ചത്? അല്ല, ഏതോ ഒരു നമ്പറിൽ നിന്ന് നിൻ്റെ ഫോണിൽ കോൾ വന്നു. അത് നിൻ്റെ കസ്റ്റമറായിരിക്കും വിളിക്കുന്നതെന്ന് കരുതി ഞാൻ ഫോൺ എടുത്ത ഉടനെ കല്യാണിയെന്ന് വിളിച്ച് സംസാരിക്കാൻ തുടങ്ങി. കല്യാണി അല്ല എന്ന് പറഞ്ഞപ്പോൾ ശ്രീ ഫോൺ വെച്ചു. ശ്രുതി ഒരു വല്ലാതെയായി ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടിട്ട്. എന്നിട്ട് വീണ്ടും അവർ പറയാണ്, ആ ശബ്ദം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്.
എവിടെയാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ആലോചിക്കട്ടെ. അപ്പം ശ്രുതി നേരെ തിരിച്ചു കൊണ്ടുവന്നിട്ട് അവരെ തിരിച്ച് നേരെ നിർത്തിയിട്ട് പറയാണ്, ആ അത് വിടാ ആൻറ്റി, നമ്പർ മാറി വിളിച്ചതാവും ആരോ. ഇങ്ങനെ എത്ര എത്ര കോൾസ് വരുന്നു, എന്നാലും ആ ശബ്ദം എവിടെ വെച്ചായിരിക്കും കേട്ടത്, എവിടേതാണത്? അപ്പോൾ ശ്രുതി ഒരു വല്ലാത്തയായി. അപ്പോൾ ശ്രുതിയോട് പറയാണ്, ആ മോളെ ഫോൺ അടിക്കുന്നു. ആ ആൻറ്റിയുടെ ഫോണാണ് റിങ് ചെയ്യുന്നത്. ഹലോ എന്ന് പറഞ്ഞ് ആൻറ്റി ഫോണും കൊണ്ടുപോയി. അപ്പോൾ അവളുടെ ഫോൺ എടുത്ത് നോക്കുകയാണ്. പിന്നെ ശ്രുതിയുടെ അമ്മ നടന്ന് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് ശ്രുതി വിളിക്കുകയാണ് ഫോണിൽ. അപ്പോൾ മൊബൈലിൽ പേര് സേവ് ചെയ്ത കാരണത്താൽ കല്യാണി എന്ന് പറഞ്ഞ് അവർ ഫോൺ എടുക്കുകയാണ്. ഹലോ. അപ്പോൾ കല്യാണി പറയാണ്, എന്നെ വിളിച്ചിരുന്നു അല്ലേ? ആ വിളിച്ചിരുന്നു, കുറച്ച് മുമ്പ് ഞാൻ വിളിച്ചിരുന്നു. അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ്, എന്താ നിങ്ങളുടെ മനസ്സിൽ? നിങ്ങളുടെ ബുദ്ധി നശിച്ചോ? എന്നെ വിളിക്കരുത് എന്ന് ഞാൻ പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചേ? ഞാനൊരു കാര്യം പറയാനായി വിളിച്ചതാ മോളെ. കാര്യം? നിങ്ങൾ എൻ്റെ ജീവിതം തുലക്കുമോ? എത്ര പറഞ്ഞാലും നിങ്ങൾക്കെന്താ മനസ്സിലാവാത്തത്? എന്നെ ദ്രോഹിക്കാനായിട്ട് കരുതിക്കൂട്ടി വിളിക്കണോ നിങ്ങൾ? അങ്ങനെയൊന്നും പറയല്ലേ മോളെ. അപ്പോൾ ശ്രുതി പറയാണ്, ഉപദ്രവിക്കുന്നതിനും ഒരു പരിധിയുണ്ട്. നിങ്ങൾ ഫോൺ ചെയ്തപ്പോൾ എടുത്തത് ആൻറ്റിയാ, എനിക്ക് മനസ്സിലായി. എന്നിട്ടാണോ കല്യാണി എന്ന് വിളിച്ചത്? അത് മോളാണ് ഫോൺ എടുത്തത് എന്ന് കരുതി വിളിച്ചതാ. അവരാണെന്നറിഞ്ഞപ്പോൾ ഞാൻ ഫോൺ കട്ട് ചെയ്തു. ഞാൻ കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല മോളെ. ആരാണ് ഈ കല്യാണി എന്ന് അവരെന്നോട് ചോദിച്ചു. ശ്വാസം നിലയ്ക്കുമെന്ന് തോന്നിപ്പോയി എനിക്ക്. എന്തിനാ അമ്മേ എന്നോടിങ്ങനെ ചെയ്യുന്നേ? വിവാഹം കഴിഞ്ഞില്ലേ കല്യാണി, ഇനിയെങ്കിലും അവരോട് സത്യം പറഞ്ഞൂടെ? ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ 2-3 തവണ ഇങ്ങനെ ഫോൺ ചെയ്താൽ മതി, അപ്പോൾ അവർക്ക് മനസ്സിലായിക്കോളും. നിങ്ങളോട് ഞാൻ പല തവണ പറഞ്ഞതാ, ഞാൻ അങ്ങോട്ട് വിളിക്കാം, നിങ്ങൾ ഇങ്ങോട്ട് വിളിക്കരുത് എന്ന്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എനിക്കൊരു മെസ്സേജ് അയച്ചാൽ പോരെ? ഞാൻ അങ്ങോട്ട് വിളിക്കില്ലേ? എന്തിനാ നിങ്ങൾ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നേ? ദേഷ്യപ്പെടാത്ത മോളെ, പറയുന്നത് നീ ഒന്ന് കേൾക്ക്. എനിക്ക് നല്ല സുഖമില്ല, അതറിയിക്കാനാണ് ഞാൻ വിളിച്ചത്. എന്തു പറ്റി? തീരെ സുഖമില്ല മോളെ. 2-3 ദിവസമായി ഇടയ്ക്കിടയ്ക്ക് തലകറക്കം വരുന്നു. ഇന്ന് മാർക്കറ്റിൽ പോകുമ്പോൾ തലകറങ്ങി വീണു. ഇത് പറയാനാണ് ഞാൻ നിന്നെ വിളിച്ചത്. എന്തു പറ്റി? എന്താ ഇങ്ങനെയൊക്കെ പെട്ടെന്ന്? അറിയില്ല കല്യാണി, മുമ്പത്തെ പോലെ ജോലിയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക്. ആദിയെ നേരാവണ്ണം നോക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല. ആദി ഇപ്പോൾ എവിടെയുണ്ട്? അവൻ സ്കൂളിൽ പോയി. ഇപ്പം എങ്ങനെയുണ്ട് അമ്മയ്ക്ക്? കുഴപ്പമില്ല. ഏത് നിമിഷവും വീണു പോയേക്കാം മോളെ. എനിക്ക് പേടിയാവുന്നു, അതാ ഞാൻ നിന്നെ വിളിച്ചത്. അവർ കരഞ്ഞുകൊണ്ട് പറയാം. ഭയപ്പെടാതിരിക്ക്. എനിക്കൊരു മെസ്സേജ് ചെയ്താൽ പോരായിരുന്നോ? ഞാൻ അങ്ങോട്ട് വിളിക്കില്ലേ? എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഇനി ഞാൻ വിളിക്കില്ല. ഞാൻ വീട്ടിലേക്ക് വരാം, നല്ലൊരു ഡോക്ടറെ കാണിക്കാം അമ്മേ. ശരി മോളെ. അവിടെ സുഖം തന്നെയല്ലേ? അവർ നിന്നെ നന്നായി നോക്കുന്നുണ്ടല്ലോ അല്ലേ? നന്നായി നോക്കുന്നുണ്ടമ്മേ, ഞാൻ ഹാപ്പിയാ. എനിക്കത് കേട്ടാൽ മതി മോളെ. സന്തോഷമായി അമ്മയ്ക്ക്. ശരി മോളെ, ഞാൻ ഫോൺ വയ്ക്കട്ടെ. ശരി അമ്മേ, ഞാൻ അങ്ങോട്ട് വരാം. എന്നെ കാണിക്കുന്നത് വർഷയെയും ശ്രീകാന്തിനെയാണ്. 2 പേരും ഐസ്ക്രീം കഴിക്കാൻ. ഡിഷ് എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ. എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയണം പ്രത്യേകം? അവൻ എണീറ്റപ്പോൾ അവൾ പറയാണ്, ശ്രീകാന്തേ 1 മിനിറ്റ്. ഇത് വാങ്ങിക്ക്, മൈജീൻ്റെ ഒരു കവറാണ്. ഒരു ചെറിയ ഗിഫ്റ്റാ എൻ്റെ വക, ഒന്ന് തുറന്നു നോക്ക്. അവൻ തുറന്നു നോക്കി, എന്നിട്ട് പറയാണ്, ഇത് തൻ്റെ കൈപ്പുണ്യത്തിൻ്റെ പ്രതിഫല. ഇഷ്ടമായോ? താങ്ക്സ്. ശ്രീകാന്ത് ഇപ്പോൾ ഇറങ്ങുവാണോ? ഏയ് കുറച്ച് കഴിയും, തിരക്കുണ്ട്. എൻ്റെ ഇന്നത്തെ വർക്ക് കഴിഞ്ഞു, വീട്ടിൽ പോകണം. സ്കൂട്ടറാണെങ്കിൽ എടുത്തിട്ടുമില്ല. എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടുപോയി വിടാമോ? വർഷ, വർക്കുണ്ട്. ഞാൻ നിനക്കൊരു ക്യാമ്പ് ബുക്ക് ചെയ്ത് തരാം. എനിക്കറിയാം നിനക്കിപ്പോൾ ഫ്രീ ടൈമാണെന്ന്. നീ എന്നെ കൊണ്ടുപോയി വിട്ടിട്ട് ഇങ്ങോട്ട് തന്നെ പോന്നോ? പ്ലീസ് ശ്രീകാന്ത്. അല്ല, തൻ്റെ അച്ഛനമ്മയും വീട്ടിലുണ്ടാവില്ലേ? അവർ കണ്ടാൽ എന്ത് വിചാരിക്കും? അവർ പ്രശ്നം ഉണ്ടാക്കില്ലേ? എന്ത് പ്രശ്നം? അവർ ചോദിച്ചാൽ നീ എൻ്റെ ഫ്രണ്ടാണെന്ന് പറയും. ഞാൻ കൊണ്ടുവിടണോ? വേണം. വർഷ, നീ ബൈക്കെടുത്ത് വാ, ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. അവൾ പുറത്തേക്ക് പോയപ്പോൾ അവൻ വല്ലാതെ വിഷമിച്ച് നിൽക്കുകയാണ്. പോകണോ പോകണ്ടയോ എന്നുള്ളൊരു മനസ്സോടെ നിൽക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരേക്കും സീ യു ഓൾ.